രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി എങ്ങനെ പെരുമാറുന്നു എന്തായാലും വിലയിരുത്തലിന് സമയമായിട്ടില്ല. കാരണം 2 ദിവസമായിട്ടില്ല. പക്ഷേ ഫസ്റ്റ് ഇംപ്രഷൻ രാഹുൽ ഗാന്ധി എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു നേതാവാണ് എന്ന് തന്നെയാണ്. ചില കാര്യങ്ങളിൽ കോൺഗ്രസിന് ഒരു എടുത്തുചാട്ടം ഉണ്ടായപ്പോൾ അത് തിരുത്താൻ, ഒരു ഉദാഹരണം, കൊടിക്കുന്നിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യ മുന്നണിയിലെ മുഴുവൻ കക്ഷികളോട് സംസാരിച്ചില്ല. തൃണമൂൽ കോൺഗ്രസ് ഒരു പിണക്കം പറഞ്ഞു. ഉടനെ തന്നെ രാഹുൽ ഗാന്ധി മമതാ ബാനർജിയുമായി നേരിട്ട് ബന്ധപ്പെടുകയും തൃണമൂലിന്റെ പിന്തുണ കൊടിക്കുന്നിൽ സുരേഷിന് ഉറപ്പാക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ഇതുണ്ടാവും വ്യത്യസ്ത കക്ഷികൾ. ഇപ്പൊ BJP പ്രയോഗിച്ച തന്ത്രം തിരിച്ചൊന്ന് പ്രയോഗിക്കാം എപ്പോഴെങ്കിലും. ഉദാഹരണത്തിന് ഇന്ത്യയിൽ ജാതി സെൻസസ് നടത്തണമോ വേണ്ടയോ എന്നൊരു പ്രമേയം അവതരിപ്പിച്ചാൽ BJPയുടെ കൂടെ നിൽക്കുന്ന നിതീഷ് കുമാറും TDP അടക്കം എതിരായിരിക്കും. അവർ ജാതി സെൻസസ് വേണമെന്നുള്ളവരാണ്. അപ്പൊ ജാതി സെൻസസ്, അത്തരം പ്രയോഗങ്ങൾ പലപ്പോഴും ഉണ്ടാവും. ജാതി സെൻസസ് വേണമെന്ന് കോൺഗ്രസോ അല്ലെങ്കിൽ SP-യോ അല്ലെങ്കിൽ RJD-യോ ഒരു പ്രമേയം അവതരിപ്പിച്ചാൽ എന്തായിരിക്കും ഭരണപക്ഷത്തിന്റെ അവസ്ഥ? അവിടെ കൂടെ നിൽക്കുന്നവരുണ്ടാവില്ല. മുസ്ലിമുകൾക്ക് സംവരണം കൊടുക്കണമെന്ന് വാദിക്കുന്ന കക്ഷിയാണ് TDP. ജാതി സംവരണത്തിന്റെ വക്താവാണ് നിതീഷ് കുമാർ. ഞാൻ പറഞ്ഞത് എമർജൻസി പഴയ ഒരു കാര്യമാണ്. അതിട്ട് വിഭജിക്കുന്നതിനേക്കാൾ ഇതിനേക്കാൾ ഇപ്പോൾ ഈ വിഭജനം കൂടുതലുണ്ടാവും. ഏതായാലും രാഹുൽ ഗാന്ധിക്ക് ഒരു കാര്യത്തിൽ അഭിമാനിക്കാം. ഒരു കാലത്ത് പപ്പു, അമുൽ ബേബി തുടങ്ങി ആരാണ് രാഹുൽ ഗാന്ധി എന്നൊക്കെ ചോദിച്ച പ്രധാനമന്ത്രി അടക്കമുള്ളവരുണ്ട്. കേരളത്തിലുണ്ട് ചില ആളുകളെ. ആരാണ് രാഹുൽ ഗാന്ധി എന്ന ചോദ്യത്തിന് 20 വർഷത്തെ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം എത്തിയതാണ്. കാരണം കേവലം ഒരാളുടെ മകനായതുകൊണ്ട് മാത്രം ആ സ്ഥാനത്ത് വന്നതല്ല, മകളായതുകൊണ്ട് വന്നതല്ല. 20 കൊല്ലം ഒരു അധികാരത്തിൽ മേലാതെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഞാൻ കണക്കാക്കുന്നത് 2004 അദ്ദേഹത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പറ്റും. പഴയ സിസ്റ്റം അനുസരിച്ച് മൻമോഹൻ സിംഗ് ആവുന്നതിന് പകരം സോണിയാഗാന്ധിയുടെ അനുവാദത്തോടു കൂടിയാണ് മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ആവുന്നത്. 2009 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അന്ന് രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ പ്രധാനമന്ത്രിയാവും. കാരണം കോൺഗ്രസിന് ചെറുതല്ലാത്ത ഭൂരിപക്ഷം, ഒരുവല്ലാത്ത സീറ്റുകൾ. പക്ഷെ അന്നൊന്നും പോയില്ലല്ലോ രാഹുൽ ഗാന്ധി. അതും കഴിഞ്ഞ് 10 വർഷത്തെ മോഡി ഭരണം വന്ന് ആ മോഡി ഭരണത്തിനെതിരെ ഭാരത് യാത്ര, ന്യായ യാത്രയൊക്കെ നടത്തി, ഭാരത് ജോഡോ യാത്രയും ന്യായ യാത്രയും നടത്തി ജനങ്ങളുടെ ഇംപ്രഷൻ സ്വീകരിച്ച് സ്വയം ഒരു നേതാവായി വളർന്നു വന്ന് അങ്ങനെ പ്രത്യേകിച്ചും ഹിന്ദി മേഖലയിൽ തനിക്ക് നല്ല സ്വാധീനമുണ്ട് എന്ന് പ്രൂവ് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ പ്രതിപക്ഷ നേതാവാകുന്നത്. അതൊരു ചെറിയ കാര്യമല്ല. സെൽഫ് മെയ്ഡാണ് അദ്ദേഹം. സെൽഫ് മെയ്ഡാണ്. ഒരുപക്ഷെ നെഹ്റു ഗാന്ധി കുടുംബം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും അതിന്റെ ഒരു പ്രിവിലേജുമല്ല രാഹുൽ ഗാന്ധി ഉപയോഗിച്ചു. അദ്ദേഹം സ്വയം വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്കിന്റെ ഫലം ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടു. ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ കക്ഷി എന്ന നിലയിൽ 100 സീറ്റ് പ്ലസ് ഉള്ള കോൺഗ്രസിനെ തീർച്ചയായും മറ്റ് പ്രതിപക്ഷ കക്ഷികൾ അംഗീകരിക്കുമെന്ന് തന്നെയാണ്. ആരെങ്കിലും കാലുമാറി പോകുമെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ അവസ്ഥയിൽ ജനാധിപത്യം ശക്തിപ്പെടണമെങ്കിൽ ശക്തമായൊരു പ്രതിപക്ഷം വേണം. അതിന് വിഷയങ്ങൾ പഠിച്ചവതരിപ്പിക്കുന്ന, എല്ലാവരെയും കൂടെ ചേർക്കുന്ന ഒരു നേതാവായി രാഹുൽ ഗാന്ധി വളർന്നിരിക്കുന്നു. ഒരുപക്ഷെ ഇതേ ചോദ്യം നരേന്ദ്രമോദിയോട് ചോദിച്ചാൽ, ഇത്തരമൊരു മുന്നണി നരേന്ദ്രമോദിക്ക് നയിക്കാനാകുമോ എന്ന് ചോദിച്ചാൽ, എൻ്റെ അനുഭവം, എൻ്റെ അഭിപ്രായം നരേന്ദ്രമോദിക്ക് കഴിയില്ല എന്നുള്ളത്. ഏകപക്ഷീയമായി ഭൂരിപക്ഷമുള്ളിടത്ത് തനിക്ക് തോന്നിയതൊക്കെ പറയുന്ന ഒരാളാണ് നരേന്ദ്രമോദി. പക്ഷെ രാഹുൽ ഗാന്ധി അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ ഓരോ വാചകവും വളരെ ശ്രദ്ധിച്ചാണ്. ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വെച്ച് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നല്ല പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. പുതിയ പാർലമെന്റ് ആരംഭിച്ചിരിക്കുന്നു. തുടക്കം തന്നെ കല്ലുകടിയായിരുന്നു എന്ന് നമുക്കറിയാം. പ്രോട്ടം സ്പീക്കറായി ഏറ്റവും സീനിയർ ആയ ആളെ വെക്കണം എന്ന നിയമം അനുസരിച്ച് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് അംഗം കൊടിക്കുന്നിൽ സുരേഷാണ് അതിനർഹൻ കണക്കനുസരിച്ച്. പക്ഷേ അതിനൊന്നും മോഡി തയ്യാറല്ല. ജനാധിപത്യമോ കീഴ്വഴക്കമൊന്നും മോഡിക്ക് ബാധകമല്ല എന്നതുകൊണ്ട് മോഡിക്ക് സൗകര്യമുള്ള ഒരാളെ പ്രോട്ടം സ്പീക്കറായി വെച്ചു. സത്യത്തിൽ പ്രോട്ടം സ്പീക്കർക്ക് ഒരു പണിയുമില്ല. ആകെയുള്ള പണി ഈ അംഗങ്ങളെ തത്തിപ്രതിജ്ഞ ചെയ്യിക്കലും സ്പീക്കറുടെ തെരഞ്ഞെടുപ്പുമാണ്. സ്പീക്കറുടെ തെരഞ്ഞെടുപ്പിൽ പോലും അത്ര വലിയ ചർച്ചയില്ല. കാരണം ഭരണപക്ഷത്തിന് ഭൂരിപക്ഷമുണ്ട്. അതുകൊണ്ട് അവർ പറയുന്ന സ്ഥാനാർത്ഥി ജയിക്കും. മാത്രവുമല്ല, നമ്മുടെ നാട്ടിൽ ഒരു കീഴ്വഴക്കം മുമ്പുണ്ടായിരുന്നത്
കോൺഗ്രസ് ഒക്കെ ഭരിച്ചിരുന്ന കാലത്തുണ്ടായിരുന്നത്, ഡെപ്യൂട്ടി സ്പീക്കറായി പ്രധാന പ്രതിപക്ഷ സംഘടനയിലെ അംഗങ്ങളെ കൊടുക്കാറുണ്ട്. അത് കാരണം അതൊരു ജസ്റ്ററാണ്, ഒരു കീഴ്വഴക്കമാണ്. യഥാർത്ഥ സ്പീക്കർ വേറെ ഉണ്ടാവും, പക്ഷെ ഡെപ്യൂട്ടി സ്പീക്കർ അങ്ങനെ ഒരു പദവി പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായി. ആ രീതി മോഡി പാടെ ഉപേക്ഷിച്ചു. 2016 അത് കൊടുത്തത് ഓൾ ഇന്ത്യ അണ്ണാ DMKയിലെ ഒരാൾക്കാണ്. അന്ന് അവർ സഖ്യകക്ഷി കൂടിയായിരുന്നു. എങ്കിലും BJP അല്ലാത്ത ഒരാൾക്ക് BJP ഭൂരിപക്ഷം ഉണ്ടായിട്ടും കൊടുത്തു എന്ന് വാദിക്കാം. ഇത്തവണ അത് ആർക്ക് കൊടുക്കുമെന്നറിയില്ല, ഇതുവരെ ആർക്കും കൊടുത്തിട്ടില്ല. പക്ഷെ 17ാം ലോക്സഭയിൽ, കഴിഞ്ഞ ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറേ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ കാണേണ്ടത് ഇത്തവണ അങ്ങനെ തന്നെയാണോ വരിക എന്നറിയില്ല. അപ്പോൾ സമവായത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് ഒരിക്കലും മോഡിക്ക് യോജിച്ച ഒരു ഭാഷയാണ്. പക്ഷേ ഭൂരിപക്ഷം ഇല്ലാത്ത, സ്വന്തമായി ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു കൂട്ടുകക്ഷി ഗവൺമെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന ചോദ്യങ്ങളുണ്ട്. അതിലേക്ക് പിന്നീട് വരാം. നമുക്ക് ഭരണപക്ഷത്തെ വിട്ട് പ്രതിപക്ഷത്തിലേക്ക് വരാം. പ്രതിപക്ഷത്തെ ഭിന്നിപ്പിക്കാൻ ചില തന്ത്രങ്ങളൊക്കെ മൂടിയെടുത്തു എന്നത് ശരിയാണ്. ഒന്ന്, അടിയന്തരാവസ്ഥയുടെ വാർഷികം സംബന്ധിച്ച് ഒരു പ്രമേയം അവതരിപ്പിച്ചു. തീർച്ചയായും പ്രതിപക്ഷത്ത് അഭിപ്രായ സമന്വയമില്ല. ഞാൻ കണക്കാക്കുന്നത് ഏത് മുന്നണി സംവിധാനത്തിലും 10 കക്ഷിയോ 15 കക്ഷിയോ 20 കക്ഷിയോ ഒന്നും ചേർന്നാണ് ഒരു മുന്നണിയെങ്കിൽ ആ മുന്നണിയിൽ ഓരോ കക്ഷിക്കും ചില വിഷയങ്ങളെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. അടിയന്തരാവസ്ഥ അങ്ങനെ ഒന്നാണ്. കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത്, ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് അടിയന്തരാവസ്ഥ. അന്ന് പ്രതിപക്ഷമായിരുന്ന അന്നത്തെ ജനസംഘം, ഇപ്പോഴത്തെ BJP, സോഷ്യലിസ്റ്റുകൾ, CPM അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ഇവർക്കൊക്കെ ദേഷ്യമുണ്ട്, അതിനോടെതിരെയാണ്. അതുകൊണ്ട് അടിയന്തരാവസ്ഥ ക്ഷേമമാണെന്ന് അംഗീകരിക്കാൻ ആർക്കും പറ്റില്ല. അടിയന്തരാവസ്ഥയിൽ ഒരുപാട് അവകാശ ലംഘനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അധികാര ദുർവിനിയോഗം ഉണ്ടായിട്ടുണ്ട്, ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, അടിയന്തരാവസ്ഥ കഴിഞ്ഞു, അതിനെ ജനങ്ങൾ മാറ്റി, അതിനുശേഷം വീണ്ടും ഇന്ദിരാഗാന്ധിയുടെ അധികാരത്തിൽ വന്നൊന്ന് ആലോചിക്കുക. 3 വർഷത്തിനകം ഇന്ദിരാഗാന്ധി തിരിച്ച് അധികാരത്തിൽ വരുന്നു എന്ന കാര്യം കൂടി ചേർത്ത് വായിക്കുക. എന്ന് പറഞ്ഞാൽ അവർ തന്നെ തെറ്റിദ്ധരിച്ചു. പിന്നെ അവർ അടിയന്തരാവസ്ഥയ്ക്ക് പോയിട്ടില്ല. അന്നത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം ഇന്ദിരാഗാന്ധിക്ക് പിന്നീട് കിട്ടി. അതുപോലെ തന്നെ രാജീവ് ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം, വലിയ ഭൂരിപക്ഷം 84. ഒരിക്കലും അടിയന്തരാവസ്ഥയിലേക്ക് പോയിട്ടില്ല. മാത്രമല്ല കോൺഗ്രസിനകത്ത് തന്നെ അടിയന്തരാവസ്ഥ തെറ്റായിരുന്നു എന്നൊരു വിലയിരുത്തൽ പൊതുവേ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും തന്ത്രപരമായി അടിയന്തരാവസ്ഥയ്ക്കെതിരായ ഒരു പ്രമേയം അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷത്ത് ഭിന്നതയുണ്ടാവും, സ്വാഭാവികമാണ്. അതുകൊണ്ട് ചില വിഭാഗങ്ങൾ അതിനെതിരായി നിൽക്കും. അവർ മിണ്ടിയില്ല. അടിയന്തരാവസ്ഥയിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് അവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. കോൺഗ്രസ് മാത്രം ബഹളം ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. അടിയന്തരാവസ്ഥ ഞങ്ങൾക്ക് പറ്റിയൊരു തെറ്റായിരുന്നു എന്ന് പറയുന്നതാണ് കുറെ കൂടി നല്ല കാര്യം. കാരണം ഇവിടെ സുരേഷ് ഗോപി വരെ ഇന്ദിരാഗാന്ധിയെ ഭാരതമാതാവായിട്ട് പറയുന്ന ഒരു കാലത്താണ് നമ്മൾ കാണുന്നത്. ആ ഇന്ദിരാഗാന്ധിയും അവരുടെ മകൻ രാജീവ് ഗാന്ധിയും ഈ രാജ്യത്തെ തീവ്രവാദികളുടെ, ഈ രാജ്യത്തെയും മറ്റു രാജ്യങ്ങളിലെയും തീവ്രവാദികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളാണ്. അതൊക്കെ നമ്മൾ കാണണം. ഏതായാലും മോഡിയുടെ ഒരു തന്ത്രം എന്ന നിലയിൽ അത് കൊണ്ടുവന്നു. അത് പ്രതിപക്ഷത്ത് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയെങ്കിലും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം ഒന്നിച്ചു നിന്നു. വോട്ടിംഗ് നടന്നില്ല, കാരണം ശബ്ദ വോട്ട് മതി, അവർക്ക് ഭൂരിപക്ഷമുണ്ട്. പക്ഷേ തീർച്ചയായും അത് വന്നു. പക്ഷെ പിന്നീട് നോക്കൂ, നീറ്റ് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള RSP MP ആയ NK പ്രേമചന്ദ്രൻ അടക്കം നിരവധി പേർ അടിയന്തര പ്രമേയത്തിന് അനുമതി ആവശ്യപ്പെട്ടുകൊണ്ട് സ്പീക്കർക്ക് കത്ത് കൊടുത്തു. വളരെ വിചിത്രമായ ഒരു അറിയിപ്പാണ് ലോക്സഭാ സെക്രട്ടറിയേറ്റ് വന്നത്. അടിയന്തര പ്രമേയങ്ങൾ അനുവദിക്കുന്നതേ അല്ല. ഇതെന്തൊരു ലോക്സഭയാണ്! ഒരു ലോക്സഭയിൽ അടിയന്തര പ്രമേയം അനുവദിക്കുക എന്നുള്ള പ്രൊവിഷൻ എടുത്ത് കളയുക. അപ്പൊ ഇത് അടിയന്തരാവസ്ഥ തന്നെയല്ലേ വേറൊരർത്ഥത്തിൽ. മാത്രവുമല്ല, നീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യണമെന്ന ആവശ്യം ഉന്നയിക്കുന്നില്ല. നീറ്റിന്റെ അടക്കമുള്ള വിഷയങ്ങളിൽ അതിശക്തമായ പ്രതികരണമാണ് പ്രതിപക്ഷത്തു നിന്നുണ്ടായിട്ടുള്ളത്.